Hello all my dears, welcome back to our YouTube channel Universe of Tarot 369. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മുകളിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ ഒന്നില്ലേ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നേരിട്ടാണെങ്കിലും ഇപ്പം കോളിലൂടെ ആണെങ്കിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ ഇന്നത്തെ റീഡിങ് ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾക്കായിട്ടും കാത്തിരിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്ന് റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത്. എല്ലാവരും തന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. ജനറൽ റീഡിംഗ് ആണ്, റെസനേറ്റ് ആവുന്നവർ മാത്രം റീഡിങ്ങും കാണുക. ഓക്കെ, പ്ലീസ് ഫ്രണ്ട്സ്. Universe, please guide us. Universe, please guide us. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നുണ്ടോ? അവരുടെ മനസ്സറിയാം എന്താണെന്നുള്ള കാര്യം. ഓക്കെ, യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. Universe, please guide us. Universe, please guide us. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിങ്സിൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ താല്പര്യമെന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് അവർ നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് മറുപടിയായിട്ട് യൂണിവേഴ്സ് പറയുന്നത്, ഇപ്പം നിലവിൽ ഈ ബന്ധത്തിൽ യാതൊന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു അവസ്ഥയിലാണ് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ ഇരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ വിളിയാണെങ്കിലും മെസ്സേജ് ആണെങ്കിലും ഒരുപാട്, അല്ലെങ്കിൽ നേരിട്ട് കാണുന്നതായിക്കോട്ടെ, നേരിട്ട് സംസാരിക്കുന്നതായിക്കോട്ടെ, അങ്ങനെയുള്ള പെരുമാറ്റങ്ങളൊക്കെ ഒരുപാട് നിങ്ങൾ ഈ ബന്ധത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സാഹചര്യം അനുസരിച്ചും അതുപോലെ തന്നെ അവരുടെ പെരുമാറ്റത്തിനും അനുസരിച്ചുമാണ് നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി ഇതുവരെയും ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യങ്ങൾ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് എന്താ പറയുക, ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ഇപ്പം നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തെങ്കിൽ ഈ ഒരു പേഴ്സണ് എന്താ പറയുക, കൂടുതലായിട്ടും സംസാരിക്കുവാനുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, കൂടുതലും സംസാരിക്കുവാനുള്ള ഒരു അവസരങ്ങൾ ഒക്കെ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആ ഒരു റിലേഷൻഷിപ്പ് ഇപ്പം ബ്രേക്ക് വന്നിട്ടുള്ള ഒരു സാഹചര്യത്തിനെ മറികടക്കാൻ സാധിക്കുള്ളൂ. ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒന്നില്ലെങ്കിൽ വളരെയധികം ഈഗോ ഉള്ള ഒരു വ്യക്തിയാവാം, ഭയങ്കര വാശിയും, അല്ലെങ്കിൽ ഒരു കാര്യം ഇപ്പം താനാണ് സ്വയമേ തെറ്റ് ചെയ്തെങ്കിൽ അപ്പം ആ ഒരു താനായിട്ട് വിട്ടു കൊടുക്കില്ല എന്നുള്ളൊരു മനോഭാവം ഈ ഒരു പേഴ്സൺ ഉണ്ട്. അപ്പം നിലവിൽ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കൂടുതലായിട്ടും ഈഗോ ഉള്ള ഒരു വ്യക്തിയാണ്. ആയതിനാൽ തന്നെ ഈ ഒരു ബന്ധത്തിൽ നിലവിൽ ഈ ഒരു പേഴ്സൺ, നിങ്ങൾ എന്ന് പറയുന്നൊരു വ്യക്തിയും ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. അതായത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ വേണം, അല്ലെ നിങ്ങളുമായിട്ട് കൂടുതലായിട്ട് സംസാരിക്കണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ഇപ്പം നിങ്ങൾ കോണ്ടാക്ട് ഇല്ലാത്തത് കൊണ്ട് അവിടെ ഒരു സ്റ്റക്ഡ് ആയിട്ടുള്ളൊരു മൈൻഡിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. അപ്പം അവർ നോക്കുമ്പോഴും നിങ്ങൾ എന്തുകൊണ്ടാണ് മാറിപ്പോയത് എന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു ഉത്തരം അവർക്ക് കിട്ടുന്നുണ്ട്. കാരണം അതിൽ ഏക ഒരു കാരണമെന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു പെരുമാറ്റം കൊണ്ട് തന്നെയാണ് നിങ്ങൾ ശക്തമായിട്ടുള്ളൊരു നടപടികൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ആ വ്യക്തി.
കാരണം സമയം ഒരുപാട് കഴിഞ്ഞു എന്നുള്ളൊരു യാഥാർത്ഥ്യം ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് കൂടുതലായിട്ടും നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയെ എന്താ പറയുക, മറക്കാൻ സാധിക്കുന്നില്ല. പകരം ഓരോ നിമിഷവും എന്താ പറയുക, കൂടുതലായിട്ടും കോർത്തിണക്കുകയാണ്, അല്ലെങ്കിൽ മനസ്സുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന പോലെ ഈ ഒരു വ്യക്തിക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ആയതിനാൽ തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളെ വേണം എന്നുള്ളൊരു ആഗ്രഹമാണ്, അല്ലാതെ വേണ്ട എന്നുള്ളൊരു കടുത്ത തീരുമാനങ്ങൾ എടുത്തു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നില്ല. അതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ ഇപ്പം ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ ഈഗോയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ചില വ്യക്തികളുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ മെസ്സേജ് കണ്ടിട്ട് ആ ഒരു വ്യക്തിനെ വിളിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ്, അല്ലെങ്കിൽ കോളുകൾ വിളിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ളത്. അവർക്ക് നേരിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു മാപ്പ് പറയാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ അവർക്കറിയാം നിങ്ങളെന്ന് പറയുന്ന ഒരു പേഴ്സൺ ആ ഒരു വ്യക്തിയുടെ കോളിന് വേണ്ടിയും മെസ്സേജിന് വേണ്ടിയൊക്കെയാണ് ഒരുപാട് കാത്തു നിൽക്കുന്നതെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെ പരീക്ഷിക്കുകയാണ്. നിങ്ങൾ വിളിക്കുകയോ അല്ലെങ്കിൽ കുറേയൊക്കെ ജാടയൊക്കെ ഇട്ട് നിൽക്കുക എന്ന് പറയില്ല, അതായത് സ്വന്തം തനി സ്വരൂപം എന്ന് പറയുന്നത് എന്താ പറയുക, ആള് പാവമാണ്, അല്ലെങ്കിൽ ആളൊരു നിഷ്കളങ്കമായിട്ടുള്ളൊരു മനസ്സുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിക്കെന്ന് പറയുമ്പോൾ പുറമേന്ന് ഞാൻ ഇങ്ങനെയാണ് എന്നുള്ളൊരു സ്വഭാവമുണ്ട്. അവർ നിങ്ങളുടെ മുൻപിൽ താണു തരാൻ വേണ്ടി അത്ര തയ്യാറായിട്ടുള്ളൊരു വ്യക്തിയല്ല. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കണം, എല്ലായിടത്തും ജയിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ്, അല്ലാതെ നിങ്ങളെന്ന് പറയുന്നൊരു വ്യക്തിനെ ആ ഒരു പേഴ്സൺ ഒരിക്കലും നഷ്ടമാക്കി കളയണം എന്നുള്ളൊരു ചിന്താഗതി ഉള്ളൊരു പേഴ്സണായിട്ട് കാണുന്നില്ല. അപ്പം ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും തന്നെ സ്നേഹം കിട്ടണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും മാറ്റങ്ങൾ വേണമെന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അത് ശക്തമായിട്ട് ഈ ഒരു വ്യക്തി ഇപ്പം മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളുടെ മനസ്സ് മാറാനും നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉടൻ നടപടി വരാനും ഈ ഒരു വ്യക്തി പ്രതിവിധികൾ ചെയ്യുന്നുണ്ട്. ആ വ്യക്തിക്കെന്ന് പറയുമ്പം അത് നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും ആ ഒരു പേഴ്സണ് വേണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ പണ്ട് ആ ഒരു വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രയോറിറ്റി ഇപ്പോഴും അത് ഒരുപോലെ കിട്ടണമെന്നുള്ള ഒരു മനസ്സുള്ളത് കൊണ്ടാണ് ആ ഒരു പേഴ്സൺ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. പുറമേന്ന് ആള് ഭയങ്കര ദുഷ്ട സ്വഭാവം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പാറക്കല്ലെടുത്ത് നെഞ്ചിൽ വെച്ചല്ല. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ആണെങ്കിൽ പോലും, ലെസ് കോണ്ടാക്റ്റ് ആണെങ്കിൽ പോലും, യാതൊരു നിങ്ങൾ നോക്കുമ്പം പുറമേന്ന് ഞാൻ ഹാപ്പിയാണെന്നുള്ള രീതിക്ക് നിൽക്കുന്നു, നല്ല രീതിക്ക് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇടുന്നു, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എവിടെയെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ അവരുടേതായിട്ടുള്ളൊരു കാര്യങ്ങൾ ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പല പല കാര്യങ്ങളും നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ സന്തോഷിച്ചിരിക്കുകയാണ്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ മനസ്സെന്ന് പറയുന്നത് വളരെ നീറിപ്പുകഞ്ഞാണ് ഇരിക്കുന്നത്. അത് നിങ്ങൾക്കും അറിയാം, ആ ഒരു പേഴ്സണ് നിങ്ങളെ ഇഷ്ടമാണ്, ആ ഒരു വ്യക്തി ഇങ്ങനത്തെ സ്വഭാവം ഉള്ള ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ഈ ഒരു സമയത്തെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് തന്നെ മാറ്റങ്ങൾ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ ബൈ.